ഒരു കരുതലായി നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. കള്ളിയത്ത് ഹോസ്പിറ്റൽ, തിരൂർ. തിരുപ്പൊന്മുണ്ടം ബൈപ്പാസ് ROB അപ്രോച്ച് ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൽ നിന്ന് 33 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സെൻട്രൽ റോഡ് ഫീൽഡിൽ നിന്നുമാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളതെന്ന് MLA കുറുക്കുളി മൊയ്തീൻ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സെൻട്രൽ റോഡ് ഫണ്ടിൽ നിന്ന് 33 കോടിയുടെ അനുമതിയാണ് തിരുപ്പൊന്മുണ്ടം ബൈപ്പാസ് ROB അപ്രോച്ച് ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ച് പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യോജിച്ച പ്രവർത്തനമാണ് ഈ പദ്ധതിക്ക് അനുമതി ലഭിക്കാൻ സഹായകമായത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പൊന്മുണ്ടം തിരൂർ ബൈപ്പാസ് പൂർത്തീകരണത്തിന്റെ ഒരു പ്രധാന കടമ്പ മറികടക്കാനാകും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 3 തവണ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുകയും 5-ലധികം തവണ വകുപ്പ് തല യോഗങ്ങൾ ചേരുകയും പൊതുമരാമത്ത് മന്ത്രിയുമായി പലതവണ ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഈ പദ്ധതിക്ക് അനുമതി നൽകിയ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്കും ഇതിനായി പ്രവർത്തിച്ച കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് ഡൽഹി ഇടപെടൽ നടത്തിയ ET മുഹമ്മദ് ബഷീർ MP, വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് MLA പ്രത്യേക നന്ദി അറിയിച്ചു. കേരളത്തിലെ 7 പാലങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചപ്പോൾ അത് ഒന്ന് നമ്മുടെ തിരൂർ പോലീസ് ലൈൻ പൊന്മുണ്ടം ബൈപ്പാസ് റോഡിന് പണി കഴിഞ്ഞ പാലത്തിൻ്റെ അപ്രോച്ച് വർക്കിന് വേണ്ടിയാണ്. ഇതോടുകൂടി നമ്മുടെ ചമ്രവട്ടം തിരൂർ റൂട്ടിൽ നിന്ന് തിരൂർ പുത്തനത്താണി റൂട്ടിലേക്ക് ഒരു എളുപ്പമാർഗം തുറന്നു കിട്ടുകയാണ്. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടമായി ഏഴൂരിൽ നിന്ന് ചെറിമുണ്ടം പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുവാനുള്ള റോഡിൻ്റെ പണി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് കുറച്ച് ഭാഗം നമ്മുടെ മണ്ഡലത്തിലും കൂടുതൽ ഭാഗം താനൂർ മണ്ഡലത്തിലുമായിട്ടാണ് കിടക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ട് എന്നുകൂടി അറിയിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരു ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ ET മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ പ്രത്യേകമായ സഹായങ്ങൾ കൂടി ലഭിച്ചത് ഞാൻ സന്തോഷത്തോടു കൂടി പ്രകടിപ്പിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഫണ്ട് ലഭിക്കുന്നതിന് അനുകൂലമായ തീരുമാനങ്ങൾ, അതിനനുസൃതമായുള്ള സമ്മർദ്ദങ്ങൾ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പിനെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുവാൻ, തിരൂരിലെ ജനാവലിക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്.